കല്യാണ വീടുകളിലും റെസ്റ്റോറന്റിലൊക്കെ കിട്ടുന്ന കടായി ചിക്കൻ അതേ ടേസ്റ്റിൽ വീട്ടിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇച്ചിരി കളറ്, കറിവേപ്പില, വെളുത്തുള്ളി, വലിയ ജീരകം, നാരങ്ങനീര് എന്നിവ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കനിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കാം. 1 മണിക്കൂർ നേരം ഇതുപോലെ മാറ്റി വെക്കാം കേട്ടോ. കൂടുതൽ സമയം വെച്ചാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി മിക്സിയുടെ ജാറിലേക്ക് തക്കാളി, ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എന്നിവ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചട്ടിയിൽ നെയ്യിൽ ക്യാപ്സിക്കവും സവോളയും ഒന്ന് വഴറ്റിയെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ ഒരു പൊരിച്ച എണ്ണയിൽ കുറച്ചെടുത്തിട്ട് 3-4 സവോള ഉപ്പും ചേർത്ത് നല്ല പോലെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും നമ്മൾ ആദ്യം അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു പേസ്റ്റിന്റെ പച്ചമണം മാറുന്നവരെ കുറച്ച് സമയം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ചേരുവകളെല്ലാം താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മസാലപ്പൊടികളുടെ പച്ചമണക്കൊന്ന് മാറി വരുന്ന അത്രയും സമയം നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ചിട്ട് 15 മിനിറ്റ് വേവിച്ചെടുക്കുക. മൺചട്ടിയിലായതുകൊണ്ട് 15 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. കുറച്ച് മല്ലിയിലയും ആദ്യം വഴറ്റി വെച്ചിട്ടുള്ള ക്യാപ്സിക്കവും സവോളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടിപൊളി കടായി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്.